أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദ്റത്ത് മിർസ ബഷീർ അഹ്മദ് സാബ് എംഎ തന്റെ സീറത്തുൽ മഹദിയിൽ 1211 റിവായത്തിൽ പറയുന്നു, കശ്മീരിലുള്ള മിയ അബ്ദുല്ല ഖാൻ സാഹിബ് അദ്ദേഹം ഒരിക്കൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുവാനായി വരികയുണ്ടായി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ അതിമനോഹരമായ ഒരു താഴ്വര, ആ താഴ്വരയിൽ നിരനിരയായി നിൽക്കുന്ന വൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങളുടെ മുകളിൽ ചെറിയ ചെറിയ കിളിക്കൂടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ആ കൂടുകൾക്കുള്ളിൽ മനോഹരമായ ചെറിയ ചെറിയ കിളികൾ അതിങ്ങനെ മെല്ലെ ചിലച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വന്നുകൊണ്ട് ആ സ്വപ്നത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയുകയുണ്ടായി, യേ മസീഹ് മൗഊദ് കി ജമാഅത്ത് ഹൈ. അതായത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിഭാവനം ചെയ്യുന്ന സുന്ദരമായ മനോഹരമായ ഏതുപോലെ ഒരു താഴ്വരയിൽ കിളികൾ കളകളാരവം മുഴക്കിക്കൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുവോ, അതേപോലുള്ള ഒരു ജമാഅത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് എന്ന് ഈ സ്വപ്നത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമനസ്സിനെ അനുധാവനം ചെയ്തുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച ആ പരിശുദ്ധ ജമാഅത്തിന്റെ പുനഃസ്ഥാപനത്തിനായി കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നു എന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുകയുണ്ടായി. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് ലഭിച്ച ദൈവിക നിർദ്ദേശപ്രകാരം നമുക്ക് മുമ്പിൽ സമർപ്പിച്ച ആ ബയ്യത്തിന്റെ നിബന്ധനകളിൽ അവസാനത്തെ നിബന്ധന, ആ നിബന്ധനയിൽ അദ്ദേഹം പറയുന്നു, ന്യായമായ കാര്യങ്ങളിൽ അനുസരണം പുലർത്തുന്നുവെന്ന് സമ്മതിക്കുന്നതോടൊപ്പം കുടുംബ ബന്ധങ്ങളിലോ ഭൗതികമായ ഇതര ബന്ധനങ്ങളിലോ സേവക ഭാവങ്ങളിലോ കാണപ്പെടാത്ത തരത്തിലുള്ള ഒരു സുദൃഢ സാഹോദര്യ ബന്ധം ഈ വിനീതനുമായി പുലർത്തുകയും അള്ളാഹുവിന് വേണ്ടി പുലർത്തുന്നതും അത് മരണം വരെ നിലനിർത്തി പോരുന്നതുമാണ് എന്ന്. ബയ്യത്തിന്റെ ഈ നിബന്ധനയിൽ വളരെ ഗഹനമായ ഒരു തത്വമടങ്ങിയിട്ടുണ്ട്. അതായത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ലോകത്തിലുള്ള മറ്റ് എല്ലാ ബന്ധങ്ങളെക്കാളും ഉപരിയായി കൊണ്ട് കാണുകയും അത്തരത്തിലുള്ള ഒരു സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ബന്ധം അദ്ദേഹവുമായി സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് പരിപൂർണമായ നിലയിൽ അനുസരണം പുലർത്തുന്നതാണ് എന്നാണ് ഈ നിബന്ധനയിൽ എടുത്തു പറയുന്നത്. അതായത് ഇത് കേവലം ഒരു അനുസരണയല്ല, മറിച്ച് സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട്, സ്നേഹത്താൽ വിധേയപ്പെട്ടുകൊണ്ട് പരിപൂർണമായ നിലയിൽ നമ്മളെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ഈ നിബന്ധനയുടെ സാരാംശം. നമുക്കറിയാം, ഭൗതികമായ ലോകത്ത് നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ
നമുക്ക് ഒരാളോട് സ്നേഹം തോന്നിയാൽ നമ്മൾ പൂർണ്ണമായ നിലയിൽ അയാളെ അനുകരിക്കാനും പിൻപറ്റാനും ശ്രമിക്കുന്നു. നമ്മൾക്ക് അതിനുവേണ്ടി പ്രത്യേകമായി ഒരു കഠിനാധ്വാനമോ പരിശ്രമമോ ചെയ്യേണ്ടി വരുന്നില്ല. മറിച്ച് ആ സ്നേഹത്തിന്റെ ആധിക്യം കാരണത്താൽ നമ്മൾ അനുസരണം എന്ന ആ നിലയിലേക്ക് നമ്മൾ സ്വയം മാറുന്നതാണ് എന്നതാണ് ഈ നിബന്ധനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന തത്വം. നമുക്കറിയാം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം നബുവത്ത് വാദം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം അൽ അമീനും സിദ്ദീഖുമാണെന്ന് മക്കയിലെ മുഴുവൻ ആളുകൾക്കും അറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തത് ഹദ്റത്ത് ഖദീജയും ഹദ്റത്ത് അലിയും ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖുമാണ്. കാരണം അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന ആളുകളിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന ആ സ്നേഹത്തിന്റെ സവിശേഷമായ ബന്ധമുണ്ടായിരുന്ന ആളുകളാണ് ഇവർ മൂന്ന് പേരും. അതുകൊണ്ട് തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാദം ഉന്നയിച്ചപ്പോൾ അവർ അദ്ദേഹത്തിന്റെ കയ്യിൽ മറ്റും തന്നെ ചോദിക്കാതെ ബയ്യത്ത് ചെയ്തതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സമാനമായ നിലയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് മുൻപായിക്കൊണ്ട് ഒരു ചരിത്ര സംഭവം, ബദർ യുദ്ധത്തിന് മുൻപായിക്കൊണ്ട് മക്കയിലെയും മദീനയിലെയും സഹാബാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. യുദ്ധത്തിനായിക്കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മഷ്വറ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഹദ്റത്ത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ അങ്ങയുടെ കയ്യിൽ ബയ്യത്ത് ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾ അങ്ങയുടെ കയ്യിൽ ബയ്യത്ത് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ താങ്കൾ എന്ത് തീരുമാനിക്കുന്നുവോ ആ തീരുമാനത്തെ പരിപൂർണമായ നിലയിൽ ഞങ്ങൾ അനുസരിക്കുന്നതാണ്. അതിൽ യാതൊരു വ്യത്യാസവും നിങ്ങൾ കൽപ്പിക്കേണ്ടതില്ല. അതായത് മുഹാജിരീങ്ങൾ ബയ്യത്ത് ചെയ്തിരിക്കുന്നു, അവർ അനുസരണം പ്രകടിപ്പിച്ചിരിക്കുന്നു. അൻസാറുകൾ അനുസരണം പ്രകടിപ്പിക്കുമോ എന്ന കാര്യത്തിൽ താങ്കൾ സംശയിക്കേണ്ട കാര്യമില്ല. താങ്കൾ ഞങ്ങളോട് കടലിൽ ചാടാൻ പറഞ്ഞാൽ ഈ കൂട്ടത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളും തന്നെ മറ്റൊന്നും ആലോചിക്കാതെ കടലിൽ ചാടുന്നതാണ് എന്ന് ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. ഈ ഒരു അനുസരണത്തിന്റെ, സ്നേഹത്തിന്റെ, വിധേയത്വത്തിന്റെ മാതൃകയാണ് നമുക്ക് സ്വഹാബാക്കളിൽ കാണാൻ സാധിക്കുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബാക്കളിലും ആ ഉന്നത നിലവാരത്തിലുള്ള സ്നേഹവും വിധേയത്വവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഹദ്റത്ത് മൗലാന ഹക്കീം നൂറുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ആദ്യമായി ഖാദിയാനിൽ വരുമ്പോൾ അദ്ദേഹം മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിട്ടില്ല. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് കേട്ടറിഞ്ഞ് പഠിച്ച് മസീഹ് മൗഊദിനെ കാണാനായി ഖാദിയാനിൽ വരുമ്പോൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കാരത്തിനായി ഇറങ്ങി വരുന്നത് അദ്ദേഹം കാണുകയുണ്ടായി. അദ്ദേഹത്തിനെ കണ്ട മാത്രയിൽ ഹുസൂർ പറയുന്നു, അദ്ദേഹത്തിനെ കണ്ട മാത്രയിൽ ഇത് തന്നെയാണ് വാഗ്ദത്ത മതി എന്ന് എനിക്ക് മനസ്സിലായി. എന്റെ സർവസ്വവും തന്നെ ഇദ്ദേഹത്തിൽ സമർപ്പിക്കാൻ ഞാൻ ആ നിമിഷം മുതൽ തയ്യാറായി എന്ന് പറയുകയാണ്. ഈ ഒരു വിധേയത്വം, ഈ ഒരു സ്നേഹത്തിന്റെ ഉന്നതമായ നിലവാരമാണ് സ്വഹാബാക്കൾ കാഴ്ചവെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, എന്റെ അനുയായികളെല്ലാം നൂറുദ്ദീനെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. മറ്റൊരവസരത്തിൽ പറയുകയുണ്ടായി, മൗലാന നൂറുദ്ദീന്റെ മുഴുവൻ അനുയായികളുടെയും സംക്ഷിപ്തമാണ്, മുഴുവൻ അനുയായികൾക്കുമുള്ള ഗുണങ്ങൾ നൂറുദ്ദീനിൽ ഞാൻ കാണുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊരവസരത്തിൽ പറയുന്നു, ഏതുപോലെ ഹൃദയമിടിക്കുമ്പോൾ അതിനോടൊപ്പം നാഡിയുടെ ഇടിപ്പ് വരുന്നുവോ, ഏതുപോലെ ഹൃദയമിടിപ്പിനെ നാഡിയിടിപ്പ് പിന്തുടരുന്നുവോ അതേപോലെ നൂറുദ്ദീൻ എന്നെ അനുധാവനം ചെയ്യുന്നു എന്ന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി. ഇതായിരുന്നു
ആ സഹാബാക്കളുടെ ഉന്നതമായ പരസ്പര സ്നേഹത്തിന്റെയും അനുധാവനത്തിന്റെയും നിലവാരം എന്നുള്ളത്. പിന്നീടിലേക്ക് ആഖിരികളിലേക്ക് വരുമ്പോഴും ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പാകിസ്ഥാനിൽ നിന്നും ലണ്ടനിലേക്ക് ഹിജ്റത്ത് ചെയ്ത് പോകുക എന്നുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം വെളുപ്പിനെ 3 മണിക്ക് മൗലവി അത്താൽ മുജീബ് സാബ് റാഷിദിന് ഫോൺ മുഖേന ലഭിക്കുകയാണ്. 3 മണിക്ക് ഫോൺ റിസീവ് ചെയ്തുകൊണ്ട് മൗലവി അത്താൽ മുജീബ് സാഹിബിനോട് റബുവയിൽ നിന്നുള്ള നിർദ്ദേശമാണ് താങ്കൾ തയ്യാറായിരിക്കുക എന്ന്. ഉടനെ അത്താൽ മുജീബ് സാഹിബ് പറയുന്നു, ഞാൻ തയ്യാറാണ്. ആദ്യമേ അദ്ദേഹം പറയുന്നത് ഞാൻ തയ്യാറാണ്, പക്ഷേ എന്തിനു വേണ്ടി എന്ന് പിന്നീടാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിനോട് പറയപ്പെടുന്നത് ഖലീഫത്തുൽ മസീഹ് റാബിയ പുറപ്പെട്ടു കഴിഞ്ഞു, ഇതാ ലണ്ടനിലേക്ക് അദ്ദേഹം എത്താൻ പോകുന്നു എന്നുള്ള വിവരം. അപ്പോൾ ആ വിവരം അറിയുന്നതിന് മുൻപ് തന്നെ എന്തിനു വേണ്ടി എന്ന് ചോദിക്കുന്നതിന് മുമ്പേ ഐ ആം റെഡി എന്നാണ് മൗലവി സാഹിബ് അവിടെ പറഞ്ഞത്. മൗലവി സാഹിബ് പറയുന്നു, പിന്നീട് 3 മണിക്ക് ഫോൺ വന്നു. 4:30 ആയപ്പോഴേക്കും ഉസൂറിനെ വരവേൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഒരുങ്ങിക്കഴിഞ്ഞു. 4:30 മണിക്ക് മജ്‌ലിസ് ആമലയിലെ മുഴുവൻ അംഗങ്ങളും എത്തിക്കഴിഞ്ഞു. മജ്‌ലിസ് ആമലയുടെ യോഗം നടക്കുന്നു. ഉസൂർ തിരുമനസ് ഉച്ചയ്ക്ക് ലണ്ടനിൽ എത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായി 300 അഹമ്മദികൾ പള്ളിയിൽ കാത്തു നിൽക്കുന്നു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അപ്രതീക്ഷിതമായി കൊണ്ട് ഹദ്റത്ത് അമീറുൽ മോമിനീൻ ലണ്ടനിലെത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള മുഴുവൻ സംവിധാനങ്ങളും ലണ്ടനിൽ റെഡിയായി കഴിഞ്ഞു. ഇന്ന് ഹദ്റത്ത് അമീറുൽ മോമിനീൻ ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് അയ്യദുല്ലാഹു തആല ബിൻ നസ്രിന്റെ നേതൃത്വത്തിൽ ആഗോളതലത്തിലുള്ള മർക്കസായി ലണ്ടൻ മാറിക്കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ കാലത്തിന്റെ ഖലീഫയുടെ ഒരു നിർദ്ദേശത്തിനായി സമീന വഅതന എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്നു. ഇത് ഈ ജമാഅത്തിലെ അംഗങ്ങൾ അവർക്ക് കാലത്തിന്റെ ഖലീഫയോടും ഹദ്റത്ത് വാഗ്ദത്ത മഹദി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്കിൽ നിന്നും ഉണ്ടാകുന്ന ആ അനുസരണത്തിന്റെ ഉദാത്തമായ മാതൃകകളാണ്. ഈ അനുസരണത്തിന്റെയും സ്നേഹത്തിന്റെയും മാതൃക ജമാഅത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ വരെ ഉണ്ടാകേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആഹ്വാനത്തിന്റെ ആഗമനം, അദ്ദേഹത്തിന്റെ ആഗമന ലക്ഷ്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നു, സൃഷ്ടികളോടുള്ള അനുകമ്പ മനുഷ്യൻ ഉപേക്ഷിക്കുകയോ അതിൽ നിന്ന് അകലുകയോ ചെയ്താൽ പിന്നെ മെല്ലെ മെല്ലെ അവൻ ഹിംസ്ര ജന്തുവായി മാറുന്നതാണ്. മനുഷ്യനിൽ മനുഷ്യത്വം നിലകൊള്ളുന്നത് അവൻ തന്റെ സഹോദരനോട് നല്ല നിലയിൽ പെരുമാറുന്നത് വരെയാണ്. അതിൽ ഒരു തരത്തിലുള്ള വിവേചനവും കാണിക്കാതിരിക്കുന്നത് വരെയാണ്. മനുഷ്യൻ പരസ്പരം ഒറ്റ ശരീരമാണെന്ന് സാദി എന്ന കവി പറഞ്ഞതുപോലെ ഓർമ്മിച്ചു കൊള്ളുക, മനുഷ്യൻ ഒരു ശരീരം പോലെയാണ്. അനുകമ്പയുടെ വൃത്തം എന്റെ പക്കൽ വളരെ വിശാലമാണ്. ഒരു ജനതയെയും ഒരു മനുഷ്യനെയും മാറ്റി നിർത്തരുത്. ഇക്കാലത്ത് ജാഹിലീങ്ങളെ പോലെ നിങ്ങൾ മുസ്ലിങ്ങളോട് മാത്രം അനുകമ്പ കാണിക്കുക എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയല്ല, അള്ളാഹുവിന്റെ സൃഷ്ടികളോടെല്ലാം അനുകമ്പയോടെ പെരുമാറണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ജാതിമത വ്യത്യാസമെന്നെ മുഴുവൻ മനുഷ്യ കുലത്തോടും സ്നേഹത്തോടും സഹജീവികളോടുള്ള കടമകൾ നിറവേറ്റുന്നതിൽ ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ നാം ആയിരിക്കണം എന്നാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്നത്. ഹദ്റത്ത് അബൂ ഹുറൈറ നിവേദനം പറയുന്നു, ആരാണോ ഏതെങ്കിലും മുസ്ലിമിന്റെ വ്യാകുലതയും വിഷമങ്ങളും ഈ ലോകത്ത് അകറ്റിയത്, അള്ളാഹു അന്ത്യനാളിൽ അവന്റെ വ്യാകുലതയും വിഷമങ്ങളും അകറ്റുന്നതാണ്. വിഷമിക്കുന്നവന് ആരാണോ സൗഖ്യം നൽകിയത്, അവന്റെ ജീവിതം എളുപ്പമാക്കിയത്, അള്ളാഹു പരലോകത്തിൽ അവന്റെ ജീവിതം എളുപ്പമാക്കുന്നതാണ്. ആരാണോ ഒരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചു വെച്ചത്, അള്ളാഹു പരലോകത്ത് അവന്റെ ന്യൂനത മറച്ചു വെക്കുന്നതാണ്. വീണ്ടും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങൾക്കിടയിൽ സാഹോദര്യവും സ്നേഹവും വളർത്തുക, ക്രൂരതയും പരസ്പര വിയോജിപ്പും ഉപേക്ഷിക്കുക, എല്ലാത്തരം കളിയാക്കലുകളിൽ നിന്നും പരിഹാസങ്ങളിൽ നിന്നും പൂർണ്ണമായും പിന്മാറുക. കാരണം പരിഹാസം ഹൃദയത്തെ സത്യത്തിൽ നിന്ന് അകറ്റുന്നു. പരസ്പരം ബഹുമാനത്തോടെ പെരുമാറുക. നിങ്ങളിൽ ഓരോരുത്തരും
തങ്ങളെക്കാൾ തങ്ങളുടെ സഹോദരന്റെ ആശ്വാസത്തിനാണ് മുൻഗണന നൽകേണ്ടത്. പരമോന്നതനായ അള്ളാഹുവുമായി ആത്മാർത്ഥമായി അനുരഞ്ജനം നടത്തുകയും ഒരിക്കൽ കൂടി അവന് വിധേയപ്പെടുകയും ചെയ്യുക. പരസ്പര വൈരുദ്ധ്യം, ശത്രുത എന്നിവയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറുക. പറയുന്നു, നിസ്സാര കാര്യങ്ങൾ മാറ്റിവെച്ച് പ്രധാനപ്പെട്ടതും മഹത്തായതുമായ ജോലിയിൽ ഏർപ്പെടാനുള്ള സമയമാണിത്. മൽഫൂസാത്ത് വാള്യം 1 പേജ് 267. ഹുസൂർ പറയുന്നു, പരസ്പര വിദ്വേഷത്തിന്റെയും പരസ്പര ശത്രുതയും ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മഹത്തായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ നിയോഗിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കി ആ നിസാരമായ കാര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം അനുരഞ്ജനപ്പെടുകയും നിങ്ങൾ പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്യുക എന്ന് പറയുന്നു. ഒരിക്കൽ മറ്റൊരു അവസരത്തിൽ പറയുന്നു, ഹമാരി ജമാഅത്ത് കോ सरसब्जी नहीं आएगी जब तक वापस में सच्ची हमदर्दी न करें. ഹുസൂർ പറയുന്നു, നമ്മുടെ ജമാഅത്ത് പച്ചളിപ്പുള്ളതാവുകയില്ല ഏതുവരെ നിങ്ങൾ പരസ്പരം സ്നേഹത്തിലാകുന്നില്ലയോ, ഏതുവരെ നിങ്ങൾ പരസ്പരം സഹാനുഭൂതിയോടെ പെരുമാറുന്നില്ലയോ. പറയുന്നു, ജിസ്കോ താക്കത്ത് ദി ഗയി ഹൈ വോ കംസോർ സെ മുഹബ്ബത്ത് കരെ. ആർക്കാണോ ശക്തി നൽകപ്പെട്ടത് അവൻ ബലഹീനരെ സ്നേഹിക്കേണ്ടതാണ്. ഇതാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ജമാഅത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന, ജമാഅത്തിന്റെ വ്യക്തികൾക്കിടയിൽ ഉണ്ടായിത്തീരേണ്ട സവിശേഷമായ ഗുണം. അതാണ് ബയ്യത്തിന്റെ 10ാമത്തെ നിബന്ധനയിൽ പറഞ്ഞ പരസ്പര സ്നേഹത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ അനുസരണത്തിന്റെ ഉദാത്തമായ മാതൃക എന്നുള്ളത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നതാണ്. ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ 2 സഹാബാക്കൾ എത്തിച്ചേർന്നു. ഹദ്റത്ത് അംറുൽ ഖൈസും ഹദ്റത്ത് റബിയ ബിൻ അബ്ദാൻ ഖദ്റമിയുമായിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു വസ്തുവിന്റെ പേരിൽ തർക്കമുണ്ടായി. അങ്ങനെ ഹദ്റത്ത് ഖദ്റമി വന്നുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇതെന്റെ അവകാശമാണ്, ഇതെനിക്ക് അനുവദിച്ചു തരണമെന്ന് പറഞ്ഞു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അംറുൽ ഖൈസിനെ വിളിപ്പിച്ചു. അദ്ദേഹം നബി തിരുമേനിയുടെ സന്നിധിയിൽ ഹാജരായി. കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു. ഇതുപോലെ ഈ സ്ഥലത്തിന്റെ അവകാശം ഇദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അല്പനേരം ആലോചിച്ചതിന് ശേഷം ഹദ്റത്ത് അംറുൽ ഖൈസ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇത് എന്റെ അവകാശമാണ് എന്ന് സ്ഥാപിക്കാതെ ഞാനിത് ഈ സഹോദരന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ എനിക്ക് എന്തായിരിക്കും പ്രതിഫലം എന്ന് ചോദിക്കുകയുണ്ടായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് നിന്റെ അവകാശമാണെന്ന് അറിഞ്ഞുകൊണ്ട് നീ നിന്റെ സഹോദരന് വേണ്ടി ഇത് ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അല്ലാഹു തആല നിനക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലങ്ങൾ നൽകുന്നതാണെന്ന് പറയുകയുണ്ടായി. ഉടനെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ദുനിയാവിലെ പ്രതിഫലം വേണ്ട, എനിക്ക് ഈ വസ്തുവും വേണ്ട, ഞാൻ പരലോകത്തിൽ അള്ളാഹു എനിക്കൊരുക്കി വച്ചിരിക്കുന്ന ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇത് ഉപേക്ഷിക്കുന്നതാണ് എന്ന് പറയുകയുണ്ടായി. ഇത്തരത്തിലുള്ള തന്റെ സഹോദരന് വേണ്ടി തന്റെ അവകാശങ്ങൾ ത്യജിക്കുന്ന ഒരു ഉന്നതമായ സമൂഹത്തെയാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ പരസ്പര സ്നേഹത്തിലും പരസ്പര സാഹോദര്യത്തിലും തങ്ങളുടെ അവകാശങ്ങളെ തങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി ത്യജിച്ചുവോ, ആ ഉന്നതമായ നിലവാരത്തിലുള്ള ത്യാഗത്തിന്റെയും ത്യജിക്കലിന്റെയും പര്യായമായി ഓരോ അഹമ്മദികളും മാറണമെന്നാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ആഗ്രഹിക്കുന്നത്. ഒരു സംഭവം കൂടി ഞാൻ പറയുകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മുജാഹിദീങ്ങൾ ജമാഅത്തിൽ നിന്ന് മുർത്തദ്ദായി പോയ ആളുകളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഹദ്റത്ത് ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ സജ്ജാഹക്കെതിരെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ ഹദ്റത്ത് ഖാലിദ് ബിൻ വലീദിന്റെ നിർദ്ദേശപ്രകാരം ഒരു മുസ്ലിമായ വ്യക്തി കൊല്ലപ്പെടുകയുണ്ടായി. ഖാലിദ് ബിൻ വലീദിന് അദ്ദേഹം മുസ്ലിം ആണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ സംഭവം
മുസ്ലിങ്ങൾക്കിടയിൽ ചെറിയ അസ്വസ്ഥതയുണ്ടാക്കി. അതായത് ഈ കൊല്ലപ്പെട്ട വ്യക്തി അദ്ദേഹം മുസ്ലിമാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൊല്ലാനായിക്കൊണ്ട് കൽപ്പന നൽകിയത് അതായത് ഖാലിദ് ബിൻ വലീദിന് നൽകിയ തെറ്റാണ് എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾ പരസ്പരം തർക്കിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു പ്രബലനായ സഹാബി ഹദ്റത്ത് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു അദ്ദേഹം അവിടെ നിന്ന് പിണങ്ങി മദീനയിലേക്ക് മടങ്ങി വന്ന് അവിടെയുള്ള സഹാബാക്കളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏതുവരെ എന്നാൽ ഹദ്റത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വരെ പറഞ്ഞു, അബൂ ഖതാദ പറഞ്ഞത് ശരിയാണ്, ഹദ്റത്ത് ഖാലിദ് ബിൻ വലീദിന് തെറ്റ് പറ്റിയിരിക്കുന്നുവെങ്കിൽ അദ്ദേഹം വിചാരണയ്ക്ക് വിധേയനാകേണ്ടതാണ് എന്ന് പറയുകയുണ്ടായി. എന്നാൽ ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കപ്പെട്ടു. ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ മുമ്പിൽ ഈ വിഷയം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഖാലിദ് ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ള തർക്കം പിന്നീടൊരു അവസരത്തിൽ നമ്മൾ തീരുമാനിക്കുന്നതാണ്. പക്ഷേ തന്റെ അമീറിനെ അറിയിക്കാതെ, തന്റെ അമീറിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ അവിടെ നിന്ന് മടങ്ങി വന്ന അബൂ ഖതാദ വളരെ ഗുരുതരമായ വീഴ്ചയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉടനെ മടങ്ങിപ്പോവുക എന്ന് ഹദ്റത്ത് അബൂ ഖതാദയ്ക്ക് ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർദ്ദേശം നൽകുകയുണ്ടായി. നോക്കുക, ഒരാളുടെ മരണം, ഒരാളുടെ കൊലപാതകമാണ് ഇവിടെ വിഷയം. അത്തരം സന്ദർഭത്തിൽ പോലും നിങ്ങൾ നിങ്ങളുടെ അമീറിന്റെ തീരുമാനത്തിന് വിരുദ്ധമായിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിക്കൊണ്ട് നിങ്ങൾ മൈതാനത്ത് നിന്ന് മടങ്ങിയത് വലിയ തെറ്റാണ് എന്ന് അബൂ ഖതാദയെ പോലുള്ള സഹാബിയോട് ഹദ്റത്ത് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഇന്നത്തെ കാലത്ത് പലപ്പോഴും അമീർമാരുടെ നിസ്സാരമായ വീഴ്ചകളെ, അല്ലെങ്കിൽ പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിഴവുകളെ വലിയ കുറ്റമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമീറിനെതിരിൽ അല്ലെങ്കിൽ ഇമാമത്തിനെതിരിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് ആളുകളുടെ വലിയ ബലഹീനതയാണ്. അവര് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇത്രയും ഗുരുതരമായൊരു സംഭവം നടന്നിട്ട് പോലും അമീറിനെ നിങ്ങൾ പിൻപറ്റുക എന്നാണ് ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ഈ അനുസരണം ഞാൻ നേരത്തെ തുടങ്ങിയതുപോലെ ബയ്യത്തിന്റെ 10ാമത്തെ നിബന്ധനയിൽ പറഞ്ഞതുപോലെ ഈ അനുസരണം ഉണ്ടാവണമെങ്കിൽ പരിപൂർണമായ ഇഷ്കും പരിപൂർണമായ സ്നേഹവും ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരു അമീർ, ഏറ്റവും ഉത്തമനായ അമീർ, നിങ്ങൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുകയും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ്. ഒരു ഉത്തമനായ നേതാവ് എന്നത് തൻ്റെ ആ ജമാഅത്ത് അംഗങ്ങൾക്ക് വേണ്ടി സദാ പ്രാർത്ഥിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലെയും ഖലീഫമാർ ജമാഅത്ത് അംഗങ്ങളെ അത്യധികം സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി രാപ്പകൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സമാനമായ നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം ഈ പറയുന്നത് പോലെ കാലത്തിന്റെ ഖലീഫയ്ക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും അദ്ദേഹവുമായി സ്നേഹത്തിന്റെ ഒരു സവിശേഷമായ ബന്ധം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ടതാണ്. നമുക്ക് അത്തരത്തിലുള്ള 100 സംഭവങ്ങൾ വിവരിക്കാൻ സാധിക്കുന്നതാണ്. സമയക്കുറവ് കാരണം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പരസ്പര സ്നേഹം, പരസ്പര ഐക്യം, അതാണ് നമ്മുടെ ജമാഅത്തിന്റെ ലക്ഷ്യമായിട്ടുള്ളത്. നമ്മുടെ ജമാഅത്തിന്റെ മുദ്രാവാക്യം തന്നെ ലവ് ഫോർ ഓൾ, ഹാറ്റഡ് ഫോർ നൺ. എല്ലാവരോടും സ്നേഹം, ആരോടുമില്ല വെറുപ്പ് എന്നാണ്. ഈ മുദ്രാവാക്യം നമ്മുടെ ബാനറുകൾ അലങ്കരിക്കാനുള്ളതല്ല, മറിച്ച് നമ്മൾ പ്രവൃത്തിയിൽ അത് കാണിച്ചു കൊടുക്കുന്നവരാകണം. നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുക. നമ്മൾ പരസ്പരം അകൽച്ചയിലാണെങ്കിൽ, പരസ്പരം നമ്മൾക്കുള്ളിൽ നിസാരമായ പ്രശ്നങ്ങളുടെ പേരിൽ പിണക്കങ്ങളും വഴിമാറി നടക്കലുമൊക്കെയാണെങ്കിൽ നമ്മൾ ലോകത്തിന് എങ്ങനെ മാതൃക നമുക്ക് കാണിക്കാൻ സാധിക്കും? അപ്പം പരസ്പരം സ്നേഹത്തിലൂടെ, ഈ ജമാഅത്ത് എന്നുള്ളത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജമാഅത്താണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, വ്യക്തിപരമായ നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് നേടി എന്ന് നോക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന 100 കണക്കിന് 1000 ആളുകളുണ്ട് എന്നുള്ളതാണ്. അത് വലിയൊരു നേട്ടമാണ്. ഇഹലോകത്തിലെ മറ്റെന്ത് പകരം കൊടുത്താലും ലഭിക്കാത്ത അത്ര വലിയ നേട്ടമായിക്കൊണ്ട് ഞാൻ അതിനെ മനസ്സിലാക്കുന്നു.
സമാനമായ നിലയിൽ ഓരോ അഹമ്മദികളും പരസ്പരമുള്ള സ്നേഹത്തിലും പരസ്പരമുള്ള സാഹോദര്യഭാവത്തിലും പരസ്പരം ഐക്യപ്പെട്ടുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നേറുമ്പോഴാണ് കാലത്തിന്റെ ഖലീഫയുടെ ആഗ്രഹമനുസരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗ്രഹമനുസരിച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്തം ചെയ്ത ആ സവിശേഷമായ ജമാഅത്തായി നാം തീരുകയുള്ളൂ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തന്നെ അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.